സപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ഇഡി. എക്സാലോജിക്കിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് അടുത്ത നീക്കം. വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്തേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തു. CMRL ഫിനാൻസ്, IT മേഖലകളിലുള്ള ഉദ്യോഗസ്ഥരെ തുടർച്ചയായിട്ട് 25 മണിക്കൂർ ചോദ്യം ചെയ്തു. അവിടെ നിന്നും ചില രേഖകൾ കണ്ടെത്തി എന്ന വാർത്തകൾ വരുന്നു. ഇപ്പോൾ അടുത്ത നീക്കം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതാണോ? അൻകുമാർ, അങ്ങനെയുള്ള സൂചനകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട CMRL ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്തപ്പോൾ എക്സാലോജിക്കും CMRL തമ്മിലുള്ള ഇടപാടിന്റെ രേഖകളാണ് ചോദിച്ചത്. ആ രേഖകൾ നൽകാൻ കഴിയില്ല, അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്ന മറുപടി ഈ ഉദ്യോഗസ്ഥന്മാർ നൽകിയതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഈ CMRLന്റെ മാനേജിംഗ് ഡയറക്ടറായ ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി അവിടെ പരിശോധന നടത്തുകയും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഏതാണ്ട് 11 മണിക്കൂറോളം അവിടെ പരിശോധനയും ചോദ്യം ചെയ്യലും നടന്നു. രാത്രിയോടെയാണ് ഈ പരിശോധനകൾ അവസാനിപ്പിച്ചത്. പ്രിന്റർ അടക്കം അവിടെ ശശിധരൻ കർത്തയുടെ ആലുവയിലെ വീട്ടിലെത്തിച്ച് അവിടെ നിന്നും പല പ്രധാനപ്പെട്ട രേഖകളുടെ പകർപ്പ് എടുത്ത് ഇതിന് ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മടങ്ങിയത്. അപ്പോൾ കൃത്യമായി ഇവരുടെ ലക്ഷ്യം എക്സാലോജിക്കാണ്. എക്സാലോജിക്കിന്റെ ഉടമസ്ഥയായ വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുക. അത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാകുമോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. ഏതായാലും അതിനിടയിൽ തന്നെ 22-ന് കരുവന്നൂരിലെ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്നുണ്ട്. MM വർഗീസ് CPM ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ CMRLുമായി ബന്ധപ്പെട്ട് CPIMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കേസുകൾ കൂടുതൽ സജീവമായി അത് അന്വേഷിക്കുക, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, ഈ തരത്തിലുള്ള നീക്കങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്നത്. ഏതായാലും അടുത്ത നീക്കം എന്താണ്? ഏതായാലും ഇന്നലെ പ്രധാനപ്പെട്ട രേഖകളടക്കം ആലുവയിലെ ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഓക്കെ, റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്. എക്സാലോജിക്കിലേക്ക് ഇഡി അന്വേഷണത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. CMRLിലെ വിവരങ്ങളെല്ലാം പരമാവധി ശേഖരിച്ചതിന് ശേഷം ഇനി വീണ വിജയനെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇഡി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവും. തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ ഇഡി ചോദ്യം ചെയ്യേണ്ട ആവശ്യം രാഷ്ട്രീയമായി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ചോദ്യം ചെയ്യാനുള്ള കളമാണ് ഒരുങ്ങുന്നത്. കരുവന്നൂരിലും സമാനമായ നീക്കത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് റോഷിപ്പാൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.